അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള ഖതമുൽ ഖുർആൻ മജ്ലിസിലൂടെ ഖതം ഓതിക്കൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഇന്ന് ഞായറാഴ്ച ശഅബാൻ 27 നാളെ തിങ്കൾ 28, ചൊവ്വ 29. ചൊവ്വാഴ്ച മഗ്‌രിബിന് ശേഷം മാസം കാണുകയാണെങ്കിൽ പരിശുദ്ധ റമദാൻ 1 ബുധനാഴ്ചയായിരിക്കും. അതല്ല 29 ചൊവ്വാഴ്ച മാസം കണ്ടിട്ടില്ലെങ്കിൽ ഈ മാസം 30 ബുധനാഴ്ച 30 കൂടി വ്യാഴാഴ്ച റമദാൻ 1 അപ്പോൾ ബുധനാഴ്ച നോമ്പാണെങ്കിൽ ചൊവ്വാഴ്ച രാത്രി തറാവീഹ് ഉണ്ടാകും. അതല്ല ചൊവ്വാഴ്ച മാസം കണ്ടില്ല എങ്കിൽ ബുധനാഴ്ച മാസം 30 എടുത്ത് വ്യാഴാഴ്ചയായിരിക്കും റമദാൻ 1. അപ്പോൾ ബുധനാഴ്ചയായിരിക്കും തറാവീഹ് നിസ്കാരം ഉണ്ടാവുക. ഏതായാലും ബുധൻ അല്ലെങ്കിൽ വ്യാഴമാണ് നമ്മുടെ ഖതമുൽ ഖുർആൻ മജ്ലിസ് ഉണ്ടാവുക. 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഖതമുകളൊക്കെ ഓതിത്തീരാൻ ബാക്കിയുള്ളവർ എത്രയും പെട്ടെന്ന് ഓതി തീർക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, 150 അല്ലെങ്കിൽ 160 ദിവസം പിടിച്ചുകൊണ്ടാണ് നാം ഒരു ഖതം ഓതുന്നത്. ആ ഖതം ഓതി വഴങ്ങുന്ന അന്ന് ഒരു ദിവസം നമുക്ക് എത്ര ചിലവ് വരുന്നുണ്ട്, ഒരു മാസം നമ്മളെ കുടുംബം കഴിയാൻ എത്ര ചിലവ് വരുന്നുണ്ട് എന്നെല്ലാവരും ഓർക്കുക. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ പേരിൽ അൽഹംദുലില്ലാഹ് നമ്മൾ ഖതം ഓതുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ പേരിൽ നമ്മൾ ഹദിയകളും കൊടുക്കണം. അത് മജ്ലിസിലേക്ക് തരണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങളുടെ കുടുംബാദികൾ, അയൽവാസികൾ, പാവപ്പെട്ടവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഹദിയ അയക്കുക. അതല്ലെങ്കിൽ നിങ്ങൾ മജ്ലിസിലേക്ക് ഹദിയ അയക്കുക. പല ആളുകളും മജ്ലിസിലേക്ക് ഹദിയ അയച്ചിട്ടുണ്ട്. ഇൻഷാ അള്ളാഹ് നമുക്ക് ആ ഹദിയകളൊക്കെ മുൻനിർത്തിക്കൊണ്ട് റബ്ബിനോട് ദുആ ചെയ്യണം. എന്തായിരുന്നാലും നിങ്ങൾ ഹദിയ കൊടുക്കൽ അത്യാവശ്യമാണ്, ഒഴിച്ചുകൂടരുത്. കാരണം നമ്മൾ 160 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 150 ദിവസം കൊണ്ട് ഖതം ഓതിയിട്ട് നമ്മൾ വഴങ്ങുന്നൊരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഇൻഷാ അള്ളാഹ് ഹദിയക്ക് ഇതിന് പ്രാധാന്യമുണ്ട്. ദുആ സ്വീകരിക്കാനും ഹദിയ പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ അയൽവാസികളോ കുടുംബാദികളോ പാവപ്പെട്ടവർക്കോ എന്തെങ്കിലും ഹദിയ കൊടുക്കുക. അതല്ലെങ്കിൽ മജ്ലിസിലേക്ക്, ഖതമുൽ ഖുർആൻ മജ്ലിസിലേക്ക് ഹദിയ അയക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ പുണ്യമായ ഖതം പൂർത്തിയാക്കുവാനും ധാരാളം ഖതമുമായി ബന്ധപ്പെടാനുമൊക്കെ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് മുഅ്മിനീങ്ങളെ, ഇന്ന് നമ്മൾ 2 ഏടാണ് ഖുർആൻ ഓതുന്നത്. Welcome to the Khatmul Quran Majlis of MS Voice. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذا السماء انفطرت وإذا الكواكب انتثرت وإذا البحار فجرت وإذا القبور بعثرت علمت نفس ما قدمت وأخرت. يا أيها الإنسان ما غرك بربك الكريم الذي خلقك فسواك فعدلك في أي صورة ما شاء ركبك. كلا بل تكذبون بالدين وإن عليكم لحافظين كراما كاتبين يعلمون ما تفعلون. إن الأبرار لفي نعيم وإن الفجار لفي جحيم يصلونها يوم الدين وما هم عنها بغائبين. وما أدراك ما يوم الدين ثم ما أدراك ما يوم الدين يوم لا تملك نفس لنفس شيئا والأمر يومئذ لله. بسم الله الرحمن الرحيم.
ويل للمطففين الذين إذا اكتالوا على الناس يستوفون وإذا كالوهم أو وزنوهم يخسرون ألا يظن أولئك أنهم مبعوثون ليوم عظيم يوم يقوم الناس لرب العالمين كلا إن كتاب الفجار لفي سجين وما أدراك ما سجين كتاب مرقوم ويل يومئذ للمكذبين الذين يكذبون بيوم الدين وما يكذب به إلا كل معتد أثيم إذا تتلى عليه آياتنا قال أساطير الأولين كلا بل ران على قلوبهم ما كانوا يكسبون كلا إنهم عن ربهم يومئذ لمحجوبون ثم إنهم لصالو الجحيم ثم يقال هذا الذي كنتم به تكذبون كلا إن كتاب الأبرار لفي عليين وما أدراك ما عليون كتاب مرقوم يشهده المقربون إن الأبرار لفي نعيم على الأرائك ينظرون تعرف في وجوههم نضرة النعيم يسقون من رحيق مختوم ختامه مسك وفي ذلك فليتنافس المتنافسون ومزاجه من تسنيم عينا يشرب بها المقربون إن الذين أجرموا كانوا من الذين آمنوا يضحكون وإذا مروا بهم يتغامزون وإذا انقلبوا إلى أهلهم انقلبوا فكهين وإذا رأوهم قالوا إن هؤلاء لضالون وما أرسلوا عليهم حافظين فاليوم الذين آمنوا من الكفار يضحكون على الأرائك ينظرون هل ثوب الكفار ما كانوا يفعلون بسم الله الرحمن الرحيم إذا السماء انشقت وأذنت لربها وحقت وإذا الأرض مدت
وألقت ما فيها وتخلت وأذنت لربها وحقت يا أيها الإنسان إنك كادح إلى ربك كدحا فملاقيه فأما من أوتي كتابه بيمينه فسوف يحاسب حسابا يسيرا وينقلب إلى أهله مسرورا وأما من أوتي كتابه وراء ظهره فسوف يدعو ثبورا ويصلى سعيرا إنه كان في أهله مسرورا إنه ظن أن لن يحور بلى إن ربه كان به بصيرا فلا أقسم بالشفق والليل وما وسق والقمر إذا اتسق لتركبن طبقا عن طبق فما لهم لا يؤمنون وإذا قرئ عليهم القرآن لا يسجدون. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇവിടെ തിലാവത്തിന്റെ സുജൂദ് ചെയ്യൽ സുന്നത്തുണ്ട്. ഞാൻ തിലാവത്തിന്റെ സുജൂദ് ചെയ്യുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടി നേരെ ഒരു സുജൂദിലേക്ക് പോവുക. സുജൂദിൽ സജ്ജദ വജ്ഹിയ ലില്ലദി ഖലഖഹു വഖദ്ദറഹു വശഖ്ഖ സമഅഹു വബസറഹു ബിഹൗലിഹി വഖുവ്വതിഹി ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്നുള്ള ദിക്ർ ഒരു വട്ടം ചൊല്ലുക. അത് അറിയുന്നവർ അത് ചൊല്ലുക, അല്ലെങ്കിൽ സുബ്ഹാന റബ്ബിൽ അഅല വബിഹംദിഹി എന്ന് ചൊല്ലുക. അതിനുശേഷം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് അത്തഹിയാത്തിനിരിക്കുന്നത് പോലെ ഇരുന്ന ശേഷം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് വലഭാഗത്തേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് പറഞ്ഞ് ഇടഭാഗത്തേക്കും സലാം ഇട്ടുക. ഇങ്ങനെയാണ് തിലാവത്തിന്റെ സുജൂദ് ചെയ്യേണ്ടത്. ഇൻഷാ അല്ലാഹ് എല്ലാവരും വീഡിയോ സ്റ്റോപ്പ് ചെയ്ത് തിലാവത്തിന്റെ സുജൂദ് ചെയ്ത ശേഷം ഇൻഷാ അല്ലാഹ് വീഡിയോ പ്ലേ ചെയ്ത് ഖുർആൻ ഓതുക. ബാക്കി بل الذين كفروا يكذبون والله أعلم بما يوعون فبشرهم بعذاب أليم إلا الذين آمنوا وعملوا الصالحات لهم أجر غير ممنون. بسم الله الرحمن الرحيم. والسماء ذات البروج واليوم الموعود وشاهد ومشهود قتل أصحاب الأخدود النار ذات الوقود إذ هم عليها قعود وهم على ما يفعلون بالمؤمنين شهود وما نقموا منهم إلا أن يؤمنوا بالله العزيز الحميد الذي له ملك السماوات والأرض والله على كل شيء شهيد. إن الذين فتنوا المؤمنين والمؤمنات ثم لم يتوبوا فلهم عذاب جهنم ولهم عذاب الحريق. إن الذين آمنوا وعملوا الصالحات لهم جنات
جنات تجري من تحتها الأنهار ذلك الفوز الكبير إن بطش ربك لشديد إنه هو يبدئ ويعيد وهو الغفور الودود ذو العرش المجيد فعال لما يريد هل أتاك حديث الجنود فرعون وثمود بل الذين كفروا في تكذيب والله من ورائهم محيط بل هو قرآن مجيد في لوح محفوظ صدق الله العظيم. അള്ളാഹു സുബ്ഹാനഹു വതആല നാം ഓതിയ പരിശുദ്ധമായ ഖുർആനുൽ ഷരീഫിനെ നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. എന്തെങ്കിലും പാകപ്പിഴകളൊക്കെ വന്നു പിന്നെ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി നൽകി അനുഗ്രഹിക്കട്ടെ. നാളെ നമ്മുടെ ഖബറിലേക്ക് ഉപകരിക്കുന്ന സൽക്കർമ്മമായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ. പരിശുദ്ധ ഖുർആൻ്റെ അഹ്ലുകാരിൽ അള്ളാഹു നമ്മെ അവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഈ ഖുർആനുമായി നാം ബന്ധപ്പെടുന്നതിലൂടെ നമ്മൾ മരിക്കുന്നതിന് മുമ്പ് ഖുർആനുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഖുർആൻ ചില ആളുകളെ വഴിപിടപ്പിക്കുമെന്നും ചില ആളുകളെ ഹിദായത്തിലേക്ക് ക്ഷണിക്കുമെന്നും ഖുർആൻ ഖബറിലും നാളെ മഹ്ശറയിലും ശുപാർശ നിൽക്കുമെന്നാണ്. അത്തരത്തിൽ ശുപാർശ നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ, ഹിദായത്തിലേക്ക് വഴി തെളിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മഗ്ഫിറത്ത് ഉദ്ദേശിച്ചുകൊണ്ടാണ് നാം ദിവസവും ഇങ്ങനെ ഖുർആൻ ഓതി ദിക്ർ സ്വലാത്ത് ചൊല്ലി നാം ദുആ ചെയ്യുന്നത്. അള്ളാഹു ആ ഖബറാളികൾക്ക് സന്തോഷം നൽകുന്ന ഒരു കൂട്ടായ്മയായി നമ്മളെ ഖത്മുൽ ഖുർആൻ മജ്ലിസിനെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അള്ളാഹു ഇഹത്തിലും പരത്തിലും നമുക്കൊക്കെ സുഖവും സന്തോഷമൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ ഈ ഖത്തമ് തുടങ്ങിയിട്ട് ഏകദേശം 150 ദിവസമാകാൻ പോവുകയാണ്. 150 ദിവസമാകുമ്പോഴാണ് നമ്മൾ ഖത്തം വഴങ്ങലുണ്ടാകുക. പക്ഷേ അവസാനത്തെ ജുസ് ആയതുകൊണ്ട് റമദാനിലേക്ക് വഴങ്ങേണ്ട ആവശ്യത്തിന് വേണ്ടി നാം അവസാനത്തെ ജുസ് ആകാറായപ്പോൾ തബാറക്ക് ജുസ് ഓതിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ലാസ്റ്റ് ഭാഗത്തിയപ്പോൾ ഒരേ പേജോ ആക്കി. അതുകൊണ്ട് തന്നെ ഒരു 10 ദിവസം നമ്മളിൽ നിന്ന് കൂടും, 160 ദിവസമാകും. ഏതായിരുന്നാലും അൽഹംദുലില്ലാ 150 160 ദിവസം എത്തുമ്പോഴാണ് നമ്മളൊരു ഖത്തമ് വഴങ്ങുന്നത്. ആ വഴങ്ങുന്ന സമയത്ത് നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ പേരിൽ നാം ഖത്തം വഴങ്ങുന്നു. ആ ഖത്തം വഴങ്ങൽ ഒരു റാഹത്തായ ഒരു മജ്ലിസാക്കി നാം ഓരോരുത്തരും നമ്മളെ വീടുകളിൽ അതിനു വേണ്ട സജ്ജീകരണങ്ങൾ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇതൊരു നിസ്സാരമായി നമ്മളെന്നും യാസീനോദി ദ്വാരക്കാറുള്ളത് പോലെ ഒരു വഴങ്ങലായിക്കൊണ്ട്, യാസീനോദി വഴങ്ങുന്ന ഒരു വഴങ്ങലായിക്കൊണ്ട് നിസ്സാരമാക്കരുത്. അതിലിങ്ങനെ ഒരു മൗലൂദോദി 1 മണിക്കൂർ നേരം ഒരുമിച്ചിരുന്നു കൊണ്ട് നമ്മളൊരു മൗലൂദോദി ദ്വാ ചെയ്യുന്നത് പോലെ അങ്ങനെ നിസ്സാരമാക്കരുത്. ഇത് നമ്മൾ ഇത്രയും ദിവസം കഷ്ടപ്പെട്ട് ഇന്ന് ഓതിയിട്ടാണ് പലവരും 1, 2, 3 ഖത്തമൊക്കെ 6 ഖത്തമ് വരെ തീർക്കുന്നത്. അപ്പോൾ അതിൻ്റെ റാഹത്തോടു കൂടി തന്നെ കാണണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. പിന്നെ ചീരണിയൊക്കെ വാങ്ങുന്നവർ നമുക്ക് ഈത്തപ്പഴം ചീരണിയായിട്ട് വാങ്ങാം. പിന്നെ നോമ്പായതുകൊണ്ട് ഇപ്പോൾ ഖത്തം വഴങ്ങിക്കഴിഞ്ഞ് ഭക്ഷണം നമുക്ക് കഴിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ അതിലേക്കുള്ള ഭക്ഷണമൊക്കെ നോമ്പ് തുറയിലേക്ക് ആ നിയ്യത്ത് വെച്ചുകൊണ്ട് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെയും കൂടി കൂലി കിട്ടും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുപോലെ നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയവരുടെ പേരിൽ നമ്മൾ ഖത്തമ് വഴങ്ങുകയാണ്. അവരുടെ പേരിൽ ഇൻഷാ അല്ലാഹ് കഴിയുന്ന ആളുകളൊക്കെ പലവരും ഹദിയകളൊക്കെ അയച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഹദിയകൾ അയക്കുന്നവർ, ഇപ്പോൾ ഇന്നലെ രാത്രി ഒരു ഹദിയ വന്നു, ഒരു ബീമ ബീവി. അവരുടെ പിന്നെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അവർ വാട്സപ്പിൽ മെസ്സേജ് വിടണം, നാടും പേരുമൊക്കെ പറഞ്ഞുകൊണ്ട്. നല്ലതാണ്. അവരുടെ ദുആവസിയത്തും അറിയിക്കണം. മാത്രമല്ല പലവരും പിന്നെ ഹദിയ അയക്കുന്നുണ്ട്, പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ഇത്ര ഖത്തം ഓതുന്നുണ്ട് എന്നും കൂടി അറിയിക്കണം. 6 ഖത്തം ഓതുന്നവരുണ്ട്, 3, 4, 2, 1 ഖത്തം ഓതുന്നവരുണ്ട്. അപ്പോൾ എത്രയാണോ ഓതുന്നത്, 1 ആണെങ്കിൽ 1, 2 ആണെങ്കിൽ 2, അതുകൂടി അറിയിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ സമ്പത്തിൽ നിന്ന് എത്രയോ ഓരോ ദിവസവും ഒരു മാസവും നമ്മൾ ചിലവായി പോകുന്നു. നമ്മൾ 150 ദിവസം കൂടുമ്പോഴാണ് നമ്മളൊരു മജ്ലിസിൻ്റെ സമാപനം വരുന്നത്, ഖത്തമ് ദുആ വരുന്നത്. അപ്പോൾ ആ ദിവസം നമ്മൾ എന്ത് ചെയ്യുക,
നമ്മളെ മരണപ്പെട്ടുപോയവരുടെ പേരിൽ ഹദിയകൾ നിങ്ങൾ കൊടുക്കണം. അത് നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടവർ, പാവപ്പെട്ടവർ, അയൽവാസികൾ അങ്ങനെയൊക്കെ ആകാം. മജ്ലിസിലേക്കും അയക്കാം. നിങ്ങളൊക്കെ സൗകര്യം പോലെ ചെയ്യാവുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് പലവരും ഹദിയകൾ അയച്ചവരുണ്ട്. ഫാത്തിമത്തു സുഹറ പാലക്കാട്, ഷാബാൻ 25-ന് അവിടെ വാപ്പാൻ്റെ ആണ്ടാണ്. അപ്പോൾ ആണ്ട് മാസമാണ് വരാൻ പോകുന്നത്. അതുപോലെ തന്നെ ആണ്ട് മാസത്തിലാണ് നമ്മളുള്ളത്, ആണ്ടിലാണ് ഉള്ളത്. അതുപോലെ തന്നെ ഉമ്മാൻ്റെ നോമ്പ് 11-നാണ് ഉമ്മാൻ്റെ ആണ്ട്. മകളുടെ ആണ്ട് നോമ്പ് 27-നാണ്. 2 ഖത്മ് ഓതുന്നുണ്ട്. യാസീനും ദിക്റും മറ്റു ഖുർആനിക സൂറത്തുകളും ഒക്കെ ഓതുന്നുണ്ട്. മജ്ലിസിലേക്ക് ഹദിയ അയച്ചിട്ടുണ്ട്. പ്രത്യേകം ദ്വാരക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യട്ടെ. അവരുടെ ഉമ്മാക്കും വാപ്പാക്കും മകൾക്കും അതുപോലെ അവരുടെ ഉമ്മ വഴിക്കും ഉപ്പ വഴിക്കും ഭർത്താവിൻ്റെ കുടുംബാദികളിൽ നിന്നും അവരുമായി ബന്ധപ്പെട്ട് മരണപ്പെട്ടവർക്കൊക്കെ അല്ലാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെയൊക്കെ ഖബറിടത്തിലേക്ക് ഇതിൻ്റെ പ്രതിഫലം അല്ലാഹു എത്തിച്ചു നൽകി അനുഗ്രഹിക്കട്ടെ. ഈ ഹദിയയുടെ പ്രതിഫലം അല്ലാഹു ആ പ്രതിഫലം കണ്ടുകൊണ്ട് സന്തോഷിക്കാൻ ഖബറാളികൾക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുപോലെ തന്നെ അവരോതുന്ന ഖത്തമ് അത് തെറ്റുകൾ കൂടാതെ അത് പൂർത്തിയാക്കുവാനും ചെല്ലുന്ന ദിക്റുകളും യാസീനും ഓതുന്നതൊക്കെ ഖബറിലേക്ക് ഉപകരിക്കുന്ന സൽക്കർമ്മമേ അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ നമ്മളെ ആമിനുമ്മ വെളിയങ്കോട്, ഇന്നലെയും ഒരു ആമിനുമ്മ ഉണ്ടായിരുന്നു, കോയമ്പത്തൂരുള്ള ഒരു ആമിനുമ്മ. അതുപോലെ കുറേ ആമിനുമ്മമാരുണ്ട്. ആമിനുമ്മമാരെ നമുക്ക് ഇഷ്ടമാണ്, വലിയ ഇഷ്ടമാണ്. കാരണം എൻ്റെ ഉമ്മാൻ്റെ പേരാണ് വെളിയങ്കോടുള്ള ആമിനുമ്മ. പ്രത്യേകിച്ച് അതിൻ്റെ വർത്തമാനം കേൾക്കാൻ നല്ല രസമാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മയുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ഭർത്താവ്, അതുപോലെ മാതാപിതാക്കൾ ആരൊക്കെ മരിച്ചു വരുന്നവർക്കൊക്കെ അല്ലാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ മകൻ്റെ ജീവിതത്തിൽ, ജോലിയിൽ, മൈഷത്തിൻ്റെ മേഖലയിലൊക്കെ അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. ആഫിയത്ത്, ആരോഗ്യം, ദീർഘായുസ്സത്തൊക്കെ ഉമ്മാക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഖുർആനുമായി കൂടുതൽ ബന്ധപ്പെടാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അതുപോലെ ജമീലമ്മ ഒതുക്കങ്ങൾ ഖത്തം ഓതുന്നുണ്ട്. ജമാദുൽ അവ്വലിലാണ് ഭർത്താവ് മരണപ്പെട്ടത്. ഈ കഴിഞ്ഞ ജമാദുൽ അവ്വലാണ് മരിച്ചത്, ആണ്ടായിട്ടില്ല. അതുപോലെ ജമാലുമ്മ, അതുപോലെ ജമീലുമ്മാൻ്റെയും ഭർത്താവിൻ്റെ മാതാപിതാക്കൾ, അതുപോലെ മറ്റു കുടുംബാദികളുടെയും ഒക്കെ മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജമീലുമ്മാൻ്റെ ഭർത്താവിനും, അതുപോലെ ഭർത്താവിൻ്റെ മാതാപിതാക്കൾ, ജമീലുമ്മാൻ്റെ മാതാപിതാക്കൾ, അതുപോലെ അവരുടെ കുടുംബത്തിന് മരിച്ചു എല്ലാവർക്കും വേണ്ടി വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു അയച്ചെന്ന ഹദിയ കബൂൽ ചെയ്യട്ടെ. അർഹമായ പ്രതിഫലം ഇഹത്തിലും പരത്തിലും നൽകി അനുഗ്രഹിക്കട്ടെ. മരണപ്പെട്ടുപോയവർക്ക് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ഖബറിടത്തിലേക്ക് ഇതിൻ്റെ പ്രതിഫലം അല്ലാഹു എത്തിച്ചു നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ മുറാദുകളൊക്കെ അല്ലാഹു ആസിലാക്കി രോഗങ്ങൾക്ക് ശിഫ നൽകി സാമ്പത്തിക കുറവുടെ മേഖലയിൽ അവർക്കും നമുക്കുമൊക്കെ അല്ലാഹു അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ സുഹറമ്മ മാള 4 വർഷമായി അവരുടെ മകന് ഗൾഫിലാണ്. തൻ്റേതല്ലാതൊരു കാരണം കൊണ്ട് ഒരു ആക്സിഡൻറ്റിൽ പെട്ടുപോയി. അദ്ദേഹത്തിൻ്റെ കാരണമല്ല, പക്ഷേ ആക്സിഡൻറ്റിലായി. ആ കാരണം കൊണ്ട് അവർക്ക് ഇതുവരെ നാട്ടിലേക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല. വല്ലാത്തൊരു പ്രയാസത്തിലാണ്. ഉമ്മാനെ കണ്ടിട്ടില്ല, ഭാര്യനെ മക്കളെ കണ്ടിട്ടില്ല. വലിയ വിഷമത്തിലാണ് കുടുംബമുള്ളത്. അതുകൊണ്ട് നമ്മളെ മജ്ലിസിലുള്ള എല്ലാവരോടൊന്ന് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് എത്രയും പെട്ടെന്ന് ആ കേസിൽ നിന്ന് സലാമത്തായി നാട്ടിൽ വന്ന് കുടുംബാദികളെ, ഉറ്റവരെ, ഉടയവരൊക്കെ കാണാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പുണ്യ ഷാബാനിൻ്റെ ബർക്കത്ത് കൊണ്ട്, നമ്മിലേക്ക് കടന്നു വരുന്ന റമളാൻ്റെ ഒക്കെ ബർക്കത്ത് കൊണ്ട് ആ കുടുംബത്തിൻ്റെ പ്രയാസത്തിന് അല്ലാഹു സലാമത്ത് നൽകി സന്തോഷകരമായൊരു വഴി എത്രയും പെട്ടെന്ന് തുറന്നു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അതുപോലെ അബ്ദുൽ മജീദ് ഹാജി പെരിന്തൽമണ്ണ ഖത്തം ഓതുന്നുണ്ട്. മരണപ്പെട്ട ഉമ്മ, ഉപ്പ, ജ്യേഷ്ഠൻ, അതുപോലെ വല്ലിപ്പ, വല്ലിമ്മ, മറ്റു കുടുംബാദികൾ അവരുടെയൊക്കെ മഗ്ഫിറത്തിന് വേണ്ടി പ്രത്യേകം ദ്വാരക്കൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു അവരയച്ചു തന്ന ഹദിയ കബൂൽ ചെയ്യട്ടെ. അർഹമായ പ്രതിഫലം ഇഹത്തിലും പരത്തിലും നൽകി അനുഗ്രഹിക്കട്ടെ. മരണപ്പെട്ടു പോയവർക്കൊക്കെ അല്ലാഹു മഗ്ഫിറത്ത് നൽകി അവരുടെ ഖബറിലേക്ക് ഉപകരിക്കുന്ന ഒരു സദഖയായി ഓതുന്ന ഖത്തമോ അവരുടെ ഖബറിലേക്ക് ഉപകരിക്കുന്ന ഒരു സൽക്കർമ്മമായി അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. സാമ്പത്തികരുടെ മേഖലയിലൊക്കെ അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. ആമീൻ. അതുപോലെ തന്നെ മുറാദ് ഹാസിലാകാൻ രോഗശമനത്തിനൊക്കെ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു സലാമത്തും ഷിഫാവും നൽകി അനുഗ്രഹിക്കട്ടെ. ഫാത്തിമമ്മ കപ്പൂര് മരണപ്പെട്ട മാതാപിതാക്കൾക്കും ഭർത്താവിനും മറ്റു കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ മഗ്ഫിറത്തിനൊക്കെ വേണ്ടി വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഹലാലായ മുറാദ് ഹാസിലാകാൻ രോഗശമനത്തിന്, സാമ്പത്തിക അഭിവൃദ്ധിക്ക്, മഈശത്തിൻ്റെ മേഖലയിൽ ബർക്കത്തിനൊക്കെ വേണ്ടി വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ചെന്ന ഹദിയ കബൂൽ ചെയ്യട്ടെ. അർഹമായ പ്രതിഫലം ഇഹത്തിലും പരത്തിലും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് മരണപ്പെട്ടു പോയവരുടെ ഖബറിടത്തിലേക്ക് അതിൻ്റെ പ്രതിഫലം എത്തിച്ചു കൊടുത്ത് ആ പ്രതിഫലം കണ്ട് സന്തോഷിക്കാൻ അവർക്കും നാളെ നമുക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അവരുടെ മഗ്ഫിറത്ത് ഉദ്ദേശിച്ചുകൊണ്ട് അവർ ഓതുന്ന ഖത്തമുകൾ, ചെല്ലുന്ന ദിക്ർ, സ്വലാത്തുകളും മറ്റ് സൽക്കർമ്മങ്ങളൊക്കെ അല്ലാഹു സ്വീകരിച്ച് അർഹമായ പ്രതിഫലം ഇഹത്തിലും പരത്തിലും നൽകി അനുഗ്രഹിക്കട്ടെ. സാമ്പത്തികരുടെ മേഖലയിലൊക്കെ അല്ലാഹു ബർക്കത്ത് നൽകി രോഗങ്ങൾക്ക് ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അതുപോലെ ഭീമ ബീവി
എവിടെ നിന്നാണ് സ്ഥലം എവിടെ നിന്നറിയില്ല, ദ്വാവസിയത്ത് കണ്ടിട്ടില്ല. അള്ളാഹു എന്തുദ്ദേശിച്ചുകൊണ്ടാണോ പ്രിയപ്പെട്ട സഹോദരി ആദ്യം അയച്ചത് അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അർഹമായ പ്രതിഫലം അവരിൽ നിന്ന് മരണപ്പെട്ടവരുടെ ഖബറിലേക്ക് അള്ളാഹു എത്തിച്ച് നൽകി അനുഗ്രഹിക്കട്ടെ. അവർ ഓതുന്ന ഖത്തമ്, ചെല്ലുന്ന ദിക്റുകൾ, സ്വലാത്തുകൾ, മറ്റു ഖുർആനുകളൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ. അതുപോലെ സാമ്പത്തികരുടെ മേഖലയിൽ അള്ളാഹു ബർക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഖദീജമ്മ കൊണ്ടോട്ടി മരണപ്പെട്ട മാതാപിതാക്കൾ, മറ്റു കുടുംബാദികൾ ക്കൊക്കെ വേണ്ടി ദ്വാവസിയത്ത് ചെയ്തിട്ടുണ്ട്. ഉമ്മാൻ്റെ ആണ്ട് മാസമാണ്, ദ്വാരക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു മരണപ്പെട്ടവർക്ക് മൗഫറത്ത് നൽകട്ടെ. പ്രത്യേകിച്ച് ഉമ്മാക്ക് അള്ളാഹു മൗഫറത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അമീൽ ഖദീജമ്മ എളാപ്പാടെ മകന് പെട്ടെന്ന് മരണപ്പെട്ടു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അവരുടെ മൗഫറത്തിന് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു മൗഫറത്ത് നൽകട്ടെ, ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. അതുപോലെ തന്നെ സഫിയ ഹസൻ മൂവാറ്റുപുഴ, അവരുടെ വീട്ടിലെ അടുക്ക് പണിക്ക് വരുന്നൊരു സഹോദരി ഉണ്ടായിരുന്നു. ആ സഹോദരി പെട്ടെന്ന് വാഹന അപകടത്തിൽ പെട്ടെന്ന് മരണപ്പെടുകയുണ്ടായി. വാഹനം ഇടിച്ചു, 1 മണിക്കൂറിനുള്ളിൽ മരണപ്പെട്ടു എന്നാണ് അറിഞ്ഞത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആ സഹോദരിയുടെ 40 ഇന്ന് 15,000 ദിക്ർ ചൊല്ലിയിട്ടുണ്ട്. അതിൻ്റെ മൗഫറത്തിന് വേണ്ടി പ്രത്യേകം ദ്വാരക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു വീട്ടിൽ പണിക്ക് വന്നതിന് സഹായിച്ചിരുന്ന ഒരു സഹോദരിയാണ്. അപ്പോൾ അവർ തമ്മിൽ അത്ര സ്നേഹബന്ധം ഉണ്ട് എന്ന് നമുക്ക് ഇന്ന് മനസ്സിലാക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രിയപ്പെട്ട മരണപ്പെട്ടു പോയ സൈനബ എന്ന് പറയുന്ന സഹോദരിയാണ് മരിച്ചത്. അവർക്ക് അള്ളാഹു മൗഫറത്ത് നൽകട്ടെ, ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. നമ്മളെ ഖത്മുൽ ഖുർആനിൽ ഓതുന്ന, ചെല്ലുന്ന ദിക്റുകൾ, സ്വലാത്തുകൾ, മറ്റു ഖുർആനുകളുടെ ഒക്കെ പ്രതിഫലം അവരുടെയും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവരുടെയും ഖബറിലേക്ക് എത്തിച്ചു കൊടുത്ത് അവരുടെ നാളെ നമ്മുടെ ഖബറൊക്കെ അള്ളാഹു സന്തോഷത്തിന് റാഹത്തിലൊക്കെ ആക്കി നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പരമാവധി ദിക്ർ സ്വലാത്തുകളൊക്കെ ചെല്ലണം. പരിശുദ്ധമായ റമദാനുൽ ശരീഫിലെ ആദ്യത്തെ വെള്ളിയാഴ്ച നമുക്ക് നമ്മളെ 1ാമത്തെ ഖത്തമ് തുടങ്ങി 1-2 ദിവസം ആയിട്ടാവും ആദ്യത്തെ വെള്ളിയാഴ്ച നമ്മളിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ ആ വെള്ളിയാഴ്ച തന്നെ ധാരാളം സ്വലാത്തുകളൊക്കെ മുത്തനബി തങ്ങളുടെ ഹളറത്തിലേക്ക് ഹദിയാക്കി നമുക്ക് ദ്വാരക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സലാത്ത് ദിക്ർ ഒരു വഴിക്ക് നടക്കണം. ഖത്തം ഓതാൻ ബാക്കിയുള്ളവർ എത്രയും പെട്ടെന്ന് ഖത്തം ഓതി തീർക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇൻഷാ അള്ളാഹ്. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയവരുടെ പേരിൽ ഫാത്തിഹ, ഖിലാസ്, മുഹമ്മദ് തൈനൂരി നമുക്ക് ദ്വായിലേക്ക് പ്രവേശിക്കാം. إلى حضرة نبينا سيدنا وشفينا وحبيبنا ومنجينا ومرشدنا وهادينا محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. رب اغفر لي. آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. سبحان المبدئ سبحان الباقي سبحان المبين سبحان الذي الأعلى سبحانه وتعالى لا شريك له برحمتك يا
അർഹമർ റഹീമീൻ. പടച്ചവനെ ലോകരക്ഷിതാവായ അർഹമർ റഹീമായ അല്ലാഹ്, ഞങ്ങൾ ഓതിയതായ പരിശുദ്ധമായ ഖുർആൻ ശരീഫിനെ സ്വീകരിക്കണേ അല്ലാ. എന്തെങ്കിലും പാകപ്പെടൽ വന്നു വല്ല വിട്ടുപുറത്തു മാപ്പാക്കണേ അല്ലാ. അല്ലാഹു ഇതിന്റെയൊക്കെ മിഥില സവാബിന് ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാ. അവിടുത്തെ ശഫാഅത്ത് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഈ പാപികളായ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. ഞങ്ങൾ അഹ്ലുകാരെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. എല്ലാ അമ്പിയാക്കളും മുർസലീങ്ങളും സ്വാലിഹീങ്ങളും സജ്ജനങ്ങളും ശൈഖന്മാർ ഖൈറിന്റെ അഹ്ലുകാർ ശുഹദാക്കൾ സിദ്ദീഖീങ്ങളുടെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാ. അസ്ഹാബുൽ ബദ്രീങ്ങൾ ഉഹദീങ്ങൾ എല്ലാ സ്വഹാബത്തെ കിറാമിന്റെ ഹദറത്തിലേക്കും എത്തിക്കണേ അല്ലാ. അല്ലാഹു ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ അഹ്ലു ബൈത്തിന്റെ ഒക്കെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ അല്ലാഹുവേ, എല്ലാ ഔലിയാക്കളുടെ ഹദറത്തിലേക്ക് ഞങ്ങൾ സിയാറത്ത് ചെയ്തിട്ടുള്ളതായ ഔലിയാക്കൾ, ഞങ്ങളെ ഫാത്തിഹ ഓതിയിട്ടുള്ളതായ ഔലിയാക്കൾ, ഞങ്ങളുടെ പരിസരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാരായ ഔലിയാക്കൾ എല്ലാവരുടെയും ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാ. ഔലിയാക്കൾ സ്വാലിഹീങ്ങൾ സജ്ജനങ്ങൾ മശായിഖന്മാർ ഖൈറിന്റെ അഹ്ലുകാർ ശുഹദാക്കൾ സിദ്ദീഖീങ്ങളുടെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാ. റബ്ബേ, അവർക്കൊക്കെ നിന്റെ അടുക്കലുള്ള പദവികളെ ദറജകളെ സ്ഥാനങ്ങൾ ഉയർത്തി കൊടുക്കണേ അല്ലാ. അവരുടെയൊക്കെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് ഞങ്ങളൊക്കെ ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. ഈമാൻ സലാമത്തിലാക്കി തരണേ അല്ലാ. ഇരുലോക വിജയങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഞങ്ങളെ ദോഷങ്ങളൊക്കെ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുള്ള പ്രിയപ്പെട്ട ഉപ്പമാർ സഹോദരി സഹോദരന്മാർ എല്ലാവരുടെയും മുറാദുകൾ ഹാസിലാക്കി നൽകണേ അല്ലാ. രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാ. മനസ്സിലെ സങ്കടങ്ങൾ, പ്രയാസങ്ങൾ, വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ, മശക്കത്തുകളൊക്കെ നീക്കി നീ ഖൈറിലാക്കണേ അല്ലാ. ആഫത്ത് മുസീബത്തുകളിൽ നിന്ന് കാക്കണേ അല്ലാ. അപകടങ്ങളിൽ നിന്ന് പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. മാറാവ്യാധികളിൽ നിന്ന്, ക്യാൻസർ, ട്യൂമർ പോലത്തെ രോഗങ്ങളിൽ നിന്ന്, പകർച്ചാവ്യാധികളിൽ നിന്നൊക്കെ കാക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, പല രീതിയിലുള്ള അസുഖം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാ. ഞങ്ങളുടെ രോഗങ്ങൾ എന്താണെങ്കിലും അല്ലാഹു അതിനൊക്കെ ശിഫ കൽപ്പിക്കൽ നിന്റെ അടുക്കൽ വളരെ നിസ്സാരമായ ഒരു സമയത്തിന്റെ ആവശ്യം പോലും വേണ്ടല്ല അല്ലാ. ഞങ്ങളുടെ രോഗങ്ങൾക്കൊക്കെ നീ ശിഫ നൽകണേ അല്ലാ. ഞങ്ങൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ മഈശത്തിന്റെ മേഖലയിലൊക്കെ ബർക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ ജോലികളിൽ, ഞങ്ങളുടെ ബിസിനസ്സുകൾ, ഞങ്ങളുടെ കച്ചവടങ്ങൾ, ജീവിതത്തിന്റെ രണ്ട് അറ്റം മുട്ടിക്കാൻ വേണ്ടി ഞങ്ങൾ പെടുന്ന കഷ്ടപ്പാടുകളിൽ നീ ബർക്കത്ത് നൽകണേ അല്ലാ. ബർക്കത്തുള്ള സമ്പത്ത് നൽകണേ അല്ലാ. ധാരാളം സക്കാത്തും സദഖയും ഒക്കെ കൊടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള സാമ്പത്തിക അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അബ്ബേ, വിദേശത്തും സ്വദേശത്തൊക്കെ ജോലി ചെയ്യുന്നവരുടെ ജോലികളിൽ ബർക്കത്ത് നൽകണേ അല്ലാ. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് അല്ലാഹു ഖൈറിന്റെ കവാടങ്ങൾ തുറന്നു നൽകണേ അല്ലാ. റാഹത്തുള്ള ജോലി നൽകി അനുഗ്രഹിക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, കടങ്ങളൊക്കെ വീട്ടാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. കടക്കാരായിക്കൊണ്ട് ഞങ്ങൾ ആരെയും നീ മരിപ്പിക്കല്ല റഹ്മാനെ. മക്കളില്ലാത്തവരുണ്ട്, സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാ. വിവാഹം നടക്കാതെ വിഷമിക്കുന്നവരുണ്ട്, ഖൈറായ ഇണകളെ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. റബ്ബേ, നിന്റെ മഹത്വം കൊണ്ട് മക്കളെ, ഞങ്ങളെ മക്കളൊക്കെ നീ സ്വാലിഹീങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാ. മക്കൾ കാരണമായി ദുനിയാവിലെ നാളെ ആഖിറത്തിലും വശലാക്കേണ്ട ഒരവസ്ഥയിലേക്ക് എത്തിക്കല്ലേ അല്ലാ. ഇൽമുള്ള മക്കളാക്കണേ അല്ലാ. നമസ്കാരം നിലനിർത്തുന്ന മക്കളാക്കണേ അല്ലാ. മുത്തുനബിനെ സ്നേഹിക്കുന്ന മക്കളാക്കണേ അല്ലാ. സ്വലാത്ത് ചെല്ലുന്ന മക്കളാക്കണേ അല്ലാ. അല്ലാഹുവേ, മക്കളെ കൊണ്ട് അഭിമാനം കൊള്ളാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. മാതാപിതാക്കളെ സ്നേഹിക്കുന്ന, ഉസ്താദുമാരെ ആദരിക്കുന്ന, മുതിർന്നവരെ ബഹുമാനിക്കുന്ന സജ്ജനങ്ങളിൽ ഞങ്ങളെ മക്കളൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. റബ്ബേ, ഗർഭിണികളായ സഹോദരിമാരൊക്കെ ഉണ്ട്, സുഖപ്രസവം നൽകണേ അല്ലാ. റബ്ബേ, നിന്റെ മഹത്വം കൊണ്ട് അല്ലാഹുവേ, പല രീതിയിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് അല്ലാ. വിവാഹം ചെയ്ത അയച്ച സ്ഥലങ്ങളിൽ മക്കള്, പെൺമക്കള്, അതുപോലെ തന്നെ ആൺമക്കള് പല രീതിയിലുള്ള പ്രയാസങ്ങൾ, വിഷമങ്ങൾ, സങ്കടങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. എല്ലാവർക്കും നീ സലാമത്ത് നൽകണേ അല്ലാ. വിവാഹം ഉറപ്പിച്ചു വെച്ച മക്കളൊക്കെ ഉണ്ടല്ലാ, നല്ല നിനക്ക് അവരൊക്കെ കെട്ടിച്ചയക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, നിന്റെ മഹത്വം കൊണ്ട് അല്ലാ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളെ ഉമ്മ വഴിക്കും, ഞങ്ങളെ ഉപ്പ വഴിക്കും, കൂട്ടുകുടുംബാദികളും ബന്ധുമിത്രാദികളും ഒരുപാട് ആളുകൾ മരിച്ചു പോയിട്ടുണ്ട് റഹ്മാനെ. അവരൊക്കെ കബറിടത്തിലേക്ക് നിന്റെ മിഥിലതവാവിനെത്തിക്കണേ അല്ലാ. റബ്ബേ, എൻ്റെ ഉമ്മ മരിച്ചു പോയിട്ടുണ്ട്, ഉപ്പ മരണപ്പെട്ടു പോയിട്ടുണ്ട്, സഹോദരൻ മരിച്ചു പോയിട്ടുണ്ട്, അമ്മാശൻ മരണപ്പെട്ടു പോയിട്ടുണ്ട്, ഉസ്താദുമാരെ മരിച്ചു പോയിട്ടുണ്ട്. അതുപോലെ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരുടെ പലവരും മരണപ്പെട്ടു പോയവരാണ്. അല്ലാഹുവേ, അല്ലാഹു അവരുടെ ഹദ്റത്തിലേക്ക് നിന്റെ മിഥിലതവാവിനെത്തിക്കണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മരിച്ചു പോയ കബറിൽ എന്തെങ്കിലും വിധ പ്രയാസങ്ങൾ
സന്തോഷങ്ങൾ അനുഭവിക്കുന്നുവെങ്കിൽ അള്ളാഹു നീ സലാമത്ത് നൽകണേ അല്ലാ, രക്ഷപ്പെടുത്തണേ അല്ലാ. സന്തോഷകരമായ ഒരു ഖബർ ജീവിതം അവർക്ക് നാളെ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. റബ്ബേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരെ ഓർത്തുകൊണ്ട് അവരുടെ മഗ്ഫിറത്ത് ഉദ്ദേശിച്ചുകൊണ്ട് അവരുടെ ഖബർ സന്തോഷത്തിലാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് റബ്ബേ ഞങ്ങൾ ഒരുമിച്ച് കൂടിയിരുന്ന് ഖുർആനോ ദിക്ർ ചൊല്ലി സ്വലാത്ത് ചൊല്ലി അല്ലാഹു നിന്റെ ഹബീബിന്റെ പേരിൽ സ്വലാത്തുകളൊക്കെ ചൊല്ലി ഞങ്ങൾ അതിൻ്റെയൊക്കെ മിഥില സവാബിന് തുല്യമായ പ്രതിഫലത്തെ അവരുടെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കാൻ അല്ലാഹുവേ നിന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തി ഞങ്ങൾ ദുആ ചെയ്യുന്നു. അല്ലാഹ് നീ കബൂലാക്കണേ അല്ലാഹ്. ഇതുപോലെ നാളെ ഞങ്ങൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേണ്ടി ദിക്ർ ചൊല്ലുന്ന ഖുർആൻ ഓതുന്ന ദുആ ചെയ്യുന്ന ഒരു പറ്റം ആളുകളെ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ നിന്റെ മഹദ് കൊണ്ട് അല്ലാഹുവേ മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും മർളിയായ സിയാറത്തൊക്കെ ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ഹജ്ജ് ചെയ്യാതെ ഉംറ ചെയ്യാതെ അല്ലാഹുവേ മർളിയായ സിയാറത്ത് മുത്തുനബിയുടെ റൗള സന്ദർശിക്കാതെ ഈ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞു പോകേണ്ട ഒരവസ്ഥയിലേക്ക് ഞങ്ങൾ ആരെയും നീ എത്തിക്കല്ല അല്ലാഹ്. പുന്നാര നബിന്റെ ചാരത്തണയാൻ ആ പച്ചക്കുബയുടെ താഴ്വാരത്തന്ത്യ വിശ്രമം കൊള്ളുന്ന ഹബീബിന്റെ ചാരത്തൊന്ന് പോയി നിറന്ന് മനസ്സ് നിറച്ച് കണ്ണ് നിറച്ചൊന്ന് ദുആ ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ മരിക്കുന്നതിന് മുമ്പ് ഹബീബിനെ കണ്ട് സ്വർഗം കണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊണ്ട് സന്തോഷിച്ച് ഒരു വെള്ളിയാഴ്ച രാവിലെ ഒരു വെള്ളിയാഴ്ച പകലിലോ ഈ ദുനിയാവിൽ നിന്ന് വിട പറയാതെ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങളെ സക്രാത്ത് എളുപ്പമാക്കി തരണേ അല്ലാഹ്. ബിഹഖി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വആലി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ഹാബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اغفر لنا وارحمنا ولوالدينا ولمن ماتوا منا يا غافر المذنبين آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. بفضله صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين آمين. تقبل الله. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മിൽ നിന്ന് മരണപ്പെട്ട പോയ ആളുകൾ, നമ്മളെ ഉമ്മ, വാപ്പ, ഭാര്യ, ഭർത്താവ്, വല്ലിപ്പ, വല്ലിമ്മ, ഇങ്ങനെ സന്താനങ്ങളൊക്കെ മരണപ്പെട്ടു പോയവരൊക്കെ ഉണ്ടാകും. അവരുടെ ആണ്ട് ദിവസം വരുമ്പോൾ നിങ്ങൾ അറിയിക്കണം. വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. ഇൻഷാ അല്ലാഹ് അവരുടെ വേണ്ടിയിട്ട് ഓതിയ മൗലൂദ് ദിക്ർ സലാത്തുകളൊക്കെ അറിയിച്ചാൽ നമ്മളെ മജ്ലിസിൽ വെച്ച് ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആയിരിക്കും. അതെല്ലാവരും അറിയിക്കണം, എല്ലാവരും അറിയിക്കണം. എൻ്റെ ഉമ്മാൻ്റെ വാപ്പാൻ്റെ ആണ്ട് വരും ഞങ്ങൾ അറിയിക്കും, അപ്പം നിങ്ങളും ദുആയിരിക്കണം. അതുപോലെ നിങ്ങളെ വേണ്ടപ്പെട്ടവരെ ആണ്ട് അങ്ങ് മറ്റുള്ള കാര്യങ്ങളൊക്കെ വരും അറിയിക്കുക. മജ്ലിസ് കൂട്ടായി കൊണ്ടാണ് ദുആയിരിക്കണം. അതുപോലെ നിങ്ങളിപ്പോൾ അറിയപ്പെടുന്ന നിങ്ങളുടെ പരിചയക്കാർ, നിങ്ങളുമായി ബന്ധപ്പെട്ടവരൊക്കെ ദുആ വസിയത്തൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഏൽക്കണം. എന്നിട്ട് നമ്മൾ അറിയിക്കണം. നമ്മൾ ഈ മജ്ലിസിൽ വെച്ച് എല്ലാവർക്കും നമുക്ക് ദുആയിരിക്കണം. നമ്മളിങ്ങനെ ദുആയിരുന്നാലാണ് നാളെ നമുക്കൊക്കെ എന്തെങ്കിലും മരിച്ചുപോയാൽ ചെന്ന് കെടുക്കും ആരെങ്കിലും ദുആയിരിക്കുള്ളേ. അള്ളാഹു കബൂൽ ചെയ്യട്ടെ മുഅ്മിനീങ്ങളെ. ഈ സന്ദേശം നമ്മൾ ഈ ഖത്തമുൽ ഖുർആൻ മജ്ലിസിന്റെ സന്ദേശം പരമാവധി ആളുകളിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കുക. അള്ളാഹു നമ്മെ ഇരുലോക വിജയികൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.